അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹി അൽഫമറ. വിശുദ്ധ റമളാനിൻ്റെ ആദ്യത്തെ രാത്രിയിലേക്ക് അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇന്ന് മഗ്‌രിബോടുകൂടെ നാമൊക്കെ പ്രവേശിക്കുകയാണ്. മനസ്സറിഞ്ഞ എല്ലാവരും ഒരു 3 തവണ അൽഹംദുലില്ല പറയൂ. കാരണം എത്രയോ ആളുകൾ കഴിഞ്ഞ റമളാനിലുണ്ടായിരുന്നവർ കഴിഞ്ഞ ദിവസം ഈ നിമിഷത്തിന് തൊട്ട് മുമ്പ് വരെ വിട പറഞ്ഞു പോയപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ആയുസ്സിനെ നീട്ടി നൽകിയിട്ട് നിനക്കിതാ ഒരു റമളാനും കൂടെ നീ ഉപയോഗപ്പെടുത്തി രക്ഷപ്പെടു, നിൻ്റെ ആഖിറം രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞ് അള്ളാഹു നമുക്ക് നീട്ടി നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 മാസക്കാലം നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്തതും അങ്ങനെ തന്നെയാണ്. വബല്ലിഗ്നാ റമളാൻ, റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണമെന്ന് പറഞ്ഞാൽ ദുആ ചെയ്തത്. ആ ദുആഇൻ്റെ സാക്ഷാത്കാരം ഇന്ന് മഗ്‌രിബോടുകൂടെ ആരംഭിക്കുകയാണ്. ഇത് വിശുദ്ധ റമളാനിൻ്റെ ആദ്യത്തെ രാത്രിയാണ് ഇന്നത്തെ രാത്രി എന്ന് പറയുന്നത്. ഈ ആദ്യ രാത്രിയിലാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് അഭിപ്രായപ്പെട്ട ഇമാമുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടുകൂടെ നാം ശ്രദ്ധിക്കണം. സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന ദിനമാണ് ആദ്യ രാത്രി എന്ന് പറയുന്നത്. ആരും കൊതിയോട് ആദ്യ രാത്രി കാത്തിരിക്കും. അതിലേക്ക് എന്തെന്നില്ലാത്ത ആവേശമായിരിക്കും, ആഗ്രഹമായിരിക്കും. പറഞ്ഞു വരുന്നത് വിശുദ്ധ റമളാനിനെ പറ്റി തന്നെയാണ്. റമളാനിൻ്റെ ആദ്യ രാത്രി എന്ന് പറയുന്നത് വളരെ സവിശേഷമേറിയ രാത്രിയാണ്. ഇന്നത്തെ രാത്രിയിൽ നമ്മൾ ചെയ്യേണ്ടുന്ന, നമ്മൾ തീരുമാനമെടുക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അള്ളാഹു നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ നോമ്പ് തുറയിലേക്ക് ഇന്നത്തെ ആദ്യ രാത്രിയിൽ തന്നെ ഇൻഷാ അല്ലാഹ് ഇതുവരെ നൽകിയ ഒരുപാട് ഉപ്പമാരുണ്ട്. കഴിയുന്നവരൊക്കെ ഒരു 50 പേർക്ക്, അല്ലെങ്കിൽ ഒരു 20 പേർക്ക്, ഒരു 30 പേർക്ക് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ രാത്രിയിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് ഏറ്റെടുത്ത് നൽകിയാൽ അത് വലിയ സന്തോഷമാകുമെന്നുള്ളത് അറിയിക്കുകയാണ്. വിശുദ്ധ റമളാനിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും പുണ്യകരമായ കർമ്മങ്ങളിൽ ഒന്നാണ് നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത്. ആ നോമ്പ് തുറപ്പിക്കുന്ന ആ വിഷയത്തിൽ പങ്കാളികളായ ഒരുപാട് ആളുകൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരിലുണ്ട്, അറിയാം. പലരും പല വിഷയങ്ങളും ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു 50 പേരുടെ തന്നെ, അല്ലെങ്കിൽ ഒരു 30 പേരുടെ, 20 പേരുടെയൊക്കെ ഇന്നത്തെ ആദ്യത്തെ ദിവസം തന്നെ നല്ല മനസ്സോടുകൂടെ എൻ്റെ രോഗങ്ങൾ മാറണം, കടങ്ങൾ വീഴണം, ബുദ്ധിമുട്ടുകളും സലാമത്ത് ലഭിക്കണം, മക്കളെ എക്സാമിൽ വിജയം കിട്ടണം, എന്തു നിയ്യത്തും ഒക്കെ ഇന്നത്തെ രാത്രിക്ക് അത്രമേൽ പ്രാധാന്യമുണ്ട്, അത്രമേൽ പവിത്രതയുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ പറയുന്നത്. ഇതിൽ പലരും നൽകിയവരാണ്. ഇൻഷാ അല്ലാഹ് കഴിയുന്നവരൊക്കെ നൽകിയാൽ അത് വലിയ സന്തോഷമാകും. ഈ നമ്പറിൽ അറിയിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് ഇനിയൊരു റമളാനിൽ നമ്മൾ ഉണ്ടാകുമോ എന്ന് നമുക്കറിയൂല. കഴിഞ്ഞ റമളാനിൽ ഉണ്ടായിരുന്ന പല ആളുകളും ഈ റമളാനിലില്ല. അവരൊക്കെ മണ്ണിലാണ്, 6 അടി മണ്ണിലാണ്. അവരൊക്കെ അവർ ചെയ്ത സുഹൃതങ്ങൾ കൊണ്ട് ഒരുപക്ഷെ ഖബറിൽ സന്തോഷിക്കുന്നുണ്ടാകും. അള്ളാഹു അവരുടെ ഖബർ വെളിച്ചാക്കി കൊടുക്കട്ടെ. അള്ളാഹു അവരുടെയൊക്കെ അവരെയും നമ്മയൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മൾ ആഗ്രഹത്തോടുകൂടെ ആവേശത്തോടുകൂടെ കാത്തിരുന്ന വിശുദ്ധ റമളാൻ ഇൻഷാ അല്ലാഹ്, അപ്പോൾ അത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് അറിയിക്കണം എന്ന് ഓർമ്മപ്പെടുത്തണം. ഇന്ന് തന്നെ അറിയിക്കുക. അതേപോലെ തന്നെ വിശുദ്ധ റമളാനിൻ്റെ ആദ്യത്തെ രാത്രിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങളും പ്രധാനമായും നമ്മൾ തീരുമാനിക്കേണ്ട ചില തീരുമാനങ്ങളൊക്കെയാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് റമളാനിൻ്റെ ആദ്യത്തെ രാത്രി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ രാത്രിക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതിന് ഇജാബത്തുള്ള സമയമാണ്. ആദ്യത്തെ രാത്രിയിൽ ഇദാകാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമളാൻ, റമളാൻ മാസത്തിലെ ആദ്യത്തെ രാത്രിയായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടികളിലേക്ക് നോക്കും. ഒരു പ്രത്യേകമായ നോട്ടമുണ്ടാകും. അള്ളാഹു ഏതെങ്കിലും ഒരു സൃഷ്ടികളിലേക്ക് നോക്കിക്കഴിഞ്ഞാലോ ലം യുഅദ്ദിബുഹു അബദ, അവനെ പിന്നെ ഒരു കാലവും ശിക്ഷിക്കുകയില്ല എന്ന് മഹത്തുക്കളൊക്കെ നമ്മെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാത്രിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കോടാനക്കോടി ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാത്രി വളരെ സവിശേഷമേറിയ രാത്രിയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇദാ ദഖല റമളാൻ ഖാലത്തിൽ ജന്ന അല്ലാഹുമ്മ ജഅൽനാ ഫീ ഹാസ് ശഹരി എന്ന് പറഞ്ഞ് സ്വർഗം പറയുമത്രേ, ഈ മാസത്തിൽ നിൻ്റെ അടിമകൾക്ക് വലിയ ഗുണങ്ങൾ ചെയ്യണേ,
വലിയ ബറക്കത്ത് നൽകണേ എന്ന് ഈ മാസം പറയുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. റമളാനിൻ്റെ ആദ്യ രാത്രി എന്ന് പറയുന്നത് നമ്മളൊക്കെ ഈ 2 മാസക്കാലം അള്ളാഹുവിനോട് പള്ളി മെഹ്റാബുകളിൽ നിന്നും നമ്മുടെ ഏകാന്ത കൂട്ടമായ ദുആകളിൽ നിന്ന് തഹജ്ജുദിൻ്റെ ശേഷമുള്ള ദുആകളിൽ മജ്ലിസുകളിലൊക്കെ വെച്ച് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. റജബിലും ശഅബാനിലും ബറക്കത്ത് ചെയ്ത് റമളാനിലേക്ക് എത്തിക്കണേ എന്ന് പറഞ്ഞ് നമ്മൾ ദുആ ചെയ്യുകയാണ്. ആദ്യമായിട്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമ്മൾ എടുക്കേണ്ട തീരുമാനം, നോമ്പിൻ്റെ നിയ്യത്തുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ രാത്രിയിൽ തന്നെ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. അത് നമ്മൾ പറയുന്നുണ്ട്. ആദ്യത്തെ രാത്രിയിൽ അത് ചെയ്തിട്ടില്ലെങ്കിൽ ആ അവസരം നഷ്ടപ്പെടും. അപ്പോൾ ഇത് കേൾക്കൽ നിങ്ങൾക്ക് അനിവാര്യമാണ്. ഇത് ചെയ്യണമെന്ന ഉദ്ദേശമുണ്ടെങ്കിൽ ഇത് ആദ്യത്തെ രാത്രിയിൽ ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന ഗുണം വലിയ ഗുണമാണ്. അത് പറയുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് പറയട്ടെ, നമ്മൾ ആദ്യമായി തീരുമാനമെടുക്കേണ്ടത്, അപ്പോൾ ഇന്നത്തെ രാത്രിയിൽ തന്നെ ചെയ്യണം ഈ നിയ്യത്ത്. ഇന്നത്തെ രാത്രിയിൽ ചെയ്താലോ നമുക്ക് വലിയ ഗുണം ലഭിക്കുകയും ചെയ്യും. ഇന്നത്തെ രാത്രി ചെയ്യാൻ വിട്ടുപോയാലോ നമുക്ക് പിന്നെ അത് രണ്ടാമത്തെ രാത്രിയിലോ മൂന്നാമത്തെ രാത്രിയിലോ വീണ്ടെടുക്കാൻ കഴിയൂല. അങ്ങനത്തെ ഒരു വിഷയം നിയ്യത്തുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. അതോടൊപ്പം തന്നെ റമളാനിൻ്റെ ആദ്യ രാത്രിയിലാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് അഭിപ്രായപ്പെട്ട ഇമാമുകളുണ്ട്. ഇതെല്ലാം ലഭിക്കാൻ പ്രപഞ്ചത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ നമ്മിലും മാറ്റങ്ങൾ വരുത്തണം. ആകാശ ലോകത്ത് നന്മയിൽ മുന്നേറാനും തിന്മയിൽ നിന്ന് പിന്മാറാനും പറഞ്ഞത് നാം അനുവർത്തിക്കണം. സ്വർഗം അലങ്കരിക്കുന്നത് പോലെ നമ്മുടെ വീടുകൾ, നമ്മുടെ ജീവിതം എല്ലാം ഇബാദത്തുകളെ കൊണ്ട് അലങ്കരിക്കണം. സ്വർഗവാതിലുകൾ തുറക്കുന്നത് പോലെ പലതും നാം തുറന്നു വെക്കണം. പ്രധാനമായും തുറക്കേണ്ടത് വിശുദ്ധ ഖുർആനാകുന്നു. നമ്മൾ ഇത്രയും നാൾ വിശുദ്ധ ഖുർആൻ ഒരമണിക്കൂർ ഓതിയിട്ടുള്ള ശീലം ഒരുപക്ഷെ നമുക്കൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പലരും ഓതുന്നവരുണ്ട്. തിരക്കുകൾക്കിടയിൽ ഖുർആൻ തൊട്ടു നോക്കാൻ സമയം പോലും ഉണ്ടായിട്ടുണ്ടാകൂല. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, റമളാനിൻ്റെ ആദ്യത്തെ രാത്രിയിൽ തന്നെ ഞാൻ ഉൾപ്പെടെയുള്ളവർ വിശുദ്ധ ഖുർആൻ കൈകൊണ്ടെടുത്ത് അതിൽ നോക്കിയിട്ട് തന്നെ അത് അള്ളാൻ്റെ കലാമാണ്. ഖുർആനിൻ്റെ വാർഷികം നടക്കുന്ന മാസമാണിത്. അള്ളാഹു കോടാനക്കോടി ജനങ്ങളെ നരകത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് മാറ്റി എഴുതുന്ന മാസമാണെന്ന് മനസ്സിലാക്കി ഒരു സുന്നത്തിനൊരു ഫർളിൻ്റെ പ്രതിഫലവും ഫർളിന് അനേകം ഫർളുകളുടെ പ്രതിഫലവും ഒരൊറ്റ രാത്രിക്ക് 1000 മാസങ്ങളേക്കാൾ പവിത്രതയും ശ്രേഷ്ഠതയുള്ള രാത്രികളൊക്കെ കടന്നു വരുന്ന ഈ മാസം പോയ കാലത്തെ 11 മാസം പോലെയാണെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ടൊരർത്ഥവുമില്ല. ആദ്യമായിട്ട് നമ്മൾ തുറക്കേണ്ടത് വിശുദ്ധ ഖുർആനാണ്. നമ്മുടെ കൈകളെ കൊണ്ട് തുറക്കണം. പ്രധാനമായും അതാണ് തുറക്കേണ്ടത്. കാരണം ഇത് വിശുദ്ധ ഖുർആനിൻ്റെ വാർഷികം നടക്കുന്ന മാസമാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഉൾപ്പെടെയുള്ള മലാകമാർ നമ്മെക്കുറിച്ചുള്ള വിവരങ്ങൾ റബ്ബിൻ്റെ അടുക്കിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മുൻഗാമികളൊക്കെ വിശുദ്ധ ഖുർആൻ ധാരാളമായിട്ട് റമളാനിലും അല്ലാത്ത സമയങ്ങളിലും പാരായണം ചെയ്യുമായിരുന്നു. ഞാനും നിങ്ങളൊന്ന് മനസ്സറിഞ്ഞ് ചിന്തിച്ച് നോക്ക്. നമ്മൾ വിശുദ്ധ ഖുർആൻ അത്രമേൽ എല്ലാ ദിവസവും നമ്മൾ പരിഗണിക്കുന്ന പലതുമുണ്ട്, മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ളത്. അത്രയും പരിഗണിക്കുന്നുണ്ടോ റബ്ബിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ? ഇല്ലെങ്കിൽ ഈ മാസമെങ്കിലും നമ്മളത് പരിഗണിക്കേണ്ടിയിരിക്കുന്നു. കുറേയൊക്കെ റീലിൽ നിന്നും കുറേയൊക്കെ ഇത്തരം സമയം വേസ്റ്റാക്കുന്നതിൽ നിന്നും മാറി ഈ ഒരു മാസം മാറ്റിവെക്ക്. നമ്മുടെ അവസാനത്തെ റമളാനാണെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് വിജയിക്കണം. പ്രിയമുള്ളവരെ, ഇനിയൊരു അവസരം നമുക്ക് കിട്ടിക്കോളണം എന്നില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനരായ മാലിക് റളിയല്ലാഹു അൻഹു മദ്ഹബിൻ്റെ ഇമാമാണ്. നമുക്കൊക്കെ അറിയാം, വിശുദ്ധ റമളാൻ എത്തിക്കഴിഞ്ഞാൽ ഹദീസ് ദർസുകളൊക്കെ മാറ്റിവെച്ച് ക്ലാസ്സുകളൊക്കെ മാറ്റിവെച്ച് ഖുർആൻ പാരായണത്തിലേക്ക് നീങ്ങും. അവർ ധാരാളം ഖത്മുകൾ തീർക്കുമായിരുന്നു വിശുദ്ധ റമളാനിൽ. നമ്മളൊക്കെ ചുരുങ്ങിയത് 3 ഖത്മുകളെങ്കിലും തീർക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് മഹാന്മാരുണ്ട്. മഹാനരായ ഖത്താദ റളിയല്ലാഹു അൻഹു 3 ദിവസം കൊണ്ട് ഒരു ഖത്മ് തീർക്കുമായിരുന്നു. മഹാനരായ ഇസ്ഹാഖ് ബിനു റാഹവൈഹി റളിയല്ലാഹു അൻഹു മഹാനവറുകളെ 2 ദിവസം കൊണ്ട് ഒരു ഖത്മ് തീർക്കുമായിരുന്നു. എന്നാൽ ഒരു ദിവസം കൊണ്ട് ഖത്മ് തീർക്കുന്നവരായിരുന്നു മഹാനരായ നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമ കൂടെയായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോട് പറഞ്ഞില്ലേ, റമളാനിലേക്ക് നമുക്ക് ആയുസ്സിനെ നീട്ടി നൽകിയതിന് 3 തവണ അൽഹംദുലില്ലാ പറയാൻ ഒരു കാര്യവും കൂടെ ചോദിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ റമളാനിൽ എത്ര തവണ
വിശുദ്ധ ഖുർആൻ പൂർത്തീകരിക്കാൻ കഴിയും, ഒരു തവണയെങ്കിലും പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളവർ വളരെ ആത്മാർത്ഥമായിട്ടത് അറിയിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ മഹാന്മാരുടെ ഖുർആൻ പാരായണത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? അതേപോലെ തന്നെ രണ്ടാമത്തെ വിഷയമാണ് നെയ്യത്തിനെ കുറിച്ചൊരു കാര്യം പറയാനുണ്ട്, അത് പറയാനിരിക്കുകയാണ്, നഷ്ടപ്പെടുത്തരുത്, കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അഫ്ളലു സ്വദഖത്തി സ്വദഖത്തു റമളാൻ. തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സ്വദഖയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സ്വദഖ ഏതാ? അത് റമളാനിലെ സ്വദഖയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, നമ്മൾ പറഞ്ഞല്ലോ റമളാനിലെ നോമ്പ് തുറയിലേക്ക് നൽകാൻ കഴിയുന്നവർ ഇൻഷാ അല്ലാഹ് ഒരു 50 പേരുടെ അല്ലെങ്കിൽ 30 പേരുടെ 20 പേരുടെയൊക്കെ നൽകിയാൽ വലിയ സന്തോഷമാകും. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ റമളാനിലെ സ്വദഖയാണ് സ്വദഖയിൽ വെച്ച് ഏറ്റവും പ്രതിഫലാർഹമായത്. അതൊരു കാരണവശാലും നഷ്ടപ്പെടുത്തരുതേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ സൽക്കർമ്മങ്ങളിലും നമ്മൾ പങ്കാളികളാകണം. നോമ്പ് തുറപ്പിക്കണം. നരകവാതിലുകൾ കൊട്ടിയടക്കപ്പെടുന്ന മാസമാണ്. അതുപോലെ നമ്മളും ചിലതൊക്കെ അടക്കണം. നേരത്തെ നമ്മൾ സ്വർഗ കവാടങ്ങൾ തുറക്കുന്ന മാസമായതുകൊണ്ട് നമ്മളും ചിലതൊക്കെ തുറക്കണം എന്ന് പറഞ്ഞില്ലേ വിശുദ്ധ ഖുർആൻ ഉൾപ്പെടെയുള്ളത്. നരകവാതിലുകൾ കൊട്ടിയടക്കപ്പെടുമ്പോൾ നമ്മളും കൊട്ടിയടക്കപ്പെടണം. മരുതായ്മകളുടെ വാതിലുകൾ, കൊള്ളരുതായ്മകളുടെ വാതിലുകൾ, അരാജകത്വത്തിൻ്റെ, ഗീബത്തിൻ്റെ, നമീമത്തിൻ്റെ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള തിന്മകളുടെ എല്ലാ വാതിലുകളും നമ്മളും അടയ്ക്കണം. കാരണം തിന്മയുടെ അല്ലെങ്കിൽ നമ്മൾ നരകത്തിൻ്റെ വാതിലുകൾ അടക്കപ്പെടുന്ന വളരെ പവിത്രമേറിയ മാസമാണ്. ഇങ്ങനെ നാമും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയാൽ തീർച്ചയായും ഈ റമളാൻ നമുക്ക് അനുകൂലമായി സാക്ഷി പറയും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ നോമ്പിൻ്റെ നിയ്യത്തുമായി ബന്ധപ്പെട്ട് എന്നുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. വിശുദ്ധ റമളാനിലെ ഒരു നോമ്പ് ഒരാൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, വിശുദ്ധ റമളാനിലെ ഒരു നോമ്പ് ഒരാൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതോനെ എത്ര 100 നോമ്പെടുത്താലും ആ നഷ്ടപ്പെട്ട നോമ്പിന് പകരാകില്ല. പോയിൻ്റായിട്ട് തന്നെ മനസ്സിലാക്കണം. വിശുദ്ധ റമളാനിലെ ഒരു നോമ്പ് ഒരാൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഓൻ എത്ര നോമ്പെടുത്താലും ആ നഷ്ടപ്പെട്ട നോമ്പിന് പകരമായിട്ട് ഓൻ ആ 100 നോമ്പെടുത്താലും ആവില്ല എന്നുള്ളതാണ്. അപ്പോൾ വിശുദ്ധ റമളാനിലെ ഒരു നോമ്പ് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്നത് ഫർള് നോമ്പിൻ്റെ ഒരു നിർബന്ധമായ കാര്യമാണ്, നിയ്യത്ത് രാത്രിയിലായിരിക്കുക എന്നുള്ളത്. ഒക്കെ പോയിൻ്റ് മനസ്സിലാക്കേട്ടാ. വിശുദ്ധ റമളാനിലെ ഒരു നോമ്പ് നമുക്ക് നഷ്ടപ്പെട്ടാൽ 100 1000 നോമ്പെടുത്താൽ അതിന് പകരമാകൂല. ഫർള് നോമ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു നിർബന്ധമായ വിഷയമാണ് ഫർള് നോമ്പിന് നിയ്യത്ത് രാത്രിയിൽ തന്നെ ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഒരാൾ രാത്രിയിൽ നിയ്യത്ത് വെക്കാൻ മറന്നു കഴിഞ്ഞാൽ അവനക്ക് ആ നോമ്പ് നഷ്ടപ്പെട്ടു, പിന്നെ അത് വീണ്ടെടുക്കാൻ കഴിയില്ല. പിന്നെ അവനൊരു 100 നോമ്പെടുത്താലും 1000 നോമ്പെടുത്താലും അത് വീണ്ടെടുക്കാൻ കഴിയുമോ? തീർച്ചയായും കഴിയില്ല. അപ്പോൾ നഷ്ടപ്പെട്ട് തന്നെയാണ്. ഈ നഷ്ടമാകൽ രാത്രി നമ്മൾ നിയ്യത്ത് വെക്കാത്തതിൻ്റെ പേരിൽ നഷ്ടമാകുന്ന ഇത്തരം നോമ്പുകൾ നഷ്ടമാകാതിരിക്കാൻ ഒരു ഹിക്മത്തുണ്ട്, ഒരു തന്ത്രമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ റമളാനിൻ്റെ ആദ്യത്തെ രാത്രിയിൽ തന്നെ എല്ലാ നോമ്പും ഞാൻ എടുക്കുന്നു എന്നുള്ള നിയ്യത്ത് വെക്കുക എന്നുള്ളതാണ്. എല്ലാ നോമ്പിൻ്റെയും നിയ്യത്ത് വെക്കുക. ഈ മാസത്തിൽ എല്ലാ നോമ്പിൻ്റെയും നിയ്യത്ത് വെക്കുക. അത് എന്നേ വെക്കാനുള്ള അവസരമുള്ളൂ. അതാണ് ഈ രാത്രി അത് വെച്ചില്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോയി. പിന്നെ നമുക്ക് ഈ ഒരു അവസരം കിട്ടില്ല. വേറൊരു ഓപ്ഷനും കൂടെ അവിടെ ഉണ്ട്, ഈ ഒരു അവസരം കിട്ടില്ല. അപ്പോൾ ഇന്നത്തെ രാത്രി തന്നെ നമ്മൾ എല്ലാ ദിവസത്തെയും റമളാനിൽ എല്ലാ ദിവസവും നോമ്പെടുക്കാൻ ഞാൻ നിയ്യത്ത് വെക്കുന്നു എന്ന് കരുതിയാൽ ബാക്കിയുള്ള ദിവസമൊന്നും പിന്നെ നിയ്യത്ത് വെക്കണ്ട എന്നല്ല പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ബാക്കിയുള്ള ദിവസങ്ങളിൽ മറന്നു പോകുന്ന നിയ്യത്തിന് പകരമായിട്ട് ഒന്നാമത്തെ ഈ രാത്രിയിൽ വെച്ച നിയ്യത്ത് മതിയാകുന്നതാണ് എന്ന് നമ്മുടെ ഇമാമുകളൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പോയിൻ്റ് മനസ്സിലായില്ലേ? ഏതെങ്കിലും ഒരു ദിവസത്തെ നിയ്യത്ത് നമുക്ക് മറന്നുപോയി കഴിഞ്ഞാൽ ആ നോമ്പ് നമുക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ റമളാൻ 16-നോ 13-നോ നമുക്ക് നിയ്യത്ത് വെക്കാത്തതിൻ്റെ പേരിൽ ഒരു നോമ്പ് നഷ്ടമാകാതിരിക്കാൻ റമളാനിൻ്റെ ആദ്യ രാത്രിയിൽ എല്ലാ ദിവസത്തെയും നോമ്പ് ഞാൻ എടുക്കുന്നു എന്ന് നിയ്യത്ത് കരുതിയാൽ മറക്കുന്ന ദിവസത്തിന് ഈ നിയ്യത്ത് മതിയാകുന്നതാണ്. എന്തു പറ്റില്ല, ബാക്കിയുള്ള ദിവസത്തിനൊക്കെ ഈ നിയ്യത്ത് ഇങ്ങനെ വെച്ച് നമുക്ക് ഒന്നാമത്തെ ദിവസം നിയ്യത്ത് വെച്ചല്ലോ ഇനി അത് മതി എന്ന് കരുതാൻ പറ്റില്ല. മറക്കുന്ന ദിവസത്തിന് മതിയാകും.
ഒരു മദ്ഹബ് അങ്ങനെയാണ്, മറ്റൊരു മദ്ഹബ് വേറെ രൂപത്തിലുണ്ട്. ഇത് ആദ്യത്തെ ദിവസം ഇത് ശ്രദ്ധിക്കുക എന്ന രൂപത്തിലാണ് ഇത് പറഞ്ഞത്. ഈ ഒരു പോയിൻ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലായി എന്നുള്ളതൊന്ന് എഴുതി അറിയിക്കണേ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഒരു റമളാനും വരുമ്പോൾ സന്തോഷിക്കണം. ആ സന്തോഷിക്കുന്നതിൽ തന്നെ നമുക്ക് വലിയ ഗുണങ്ങൾ ലഭിക്കും. ഞാൻ മുമ്പൊരു സംഭവം പറഞ്ഞിരുന്നു. നാട്ടിൽ മജൂസിയായി നടന്നിരുന്ന ഒരാൾ, മജൂസി മീൻസ് തീനാരാധിച്ച് നടന്നിരുന്ന ഒരാൾ, അയാൾ നരകത്തിലെന്ന് ഉറപ്പാകുന്ന രൂപത്തിലേക്ക് എത്തിയിരുന്നു. പക്ഷേ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ നാട്ടിലെ ഒരു വലിയ ആലിമ് ഇദ്ദേഹത്തെ സ്വപ്നം കാണുകയാണ്. സ്വപ്നം കാണുമ്പോൾ വലിയ ഉന്നതമായ സ്ഥാനത്തെത്തിയതായിട്ടാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഒരു മജൂസിയായ മനുഷ്യൻ, തീനാരാധിക്കുന്ന അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തൊരു മനുഷ്യൻ എങ്ങനെയാണ് ഉയർന്ന സ്ഥാനത്തെത്തിയത് എന്ന് നാട്ടിലെ പണ്ഡിതൻ സ്വപ്നം കണ്ടപ്പോൾ, സ്വപ്നത്തിലൂടെ ചോദിച്ചപ്പോൾ മറുപടി കൊടുത്തത് റമളാനിനെ ആദരിച്ചിരുന്നു എന്നുള്ളതാണ്. നോക്കൂ, റമളാനിനെ ആദരിച്ചാൽ കിട്ടുന്ന ഗുണത്തിനെക്കുറിച്ചാണ് പറയുന്നത്. അയാളുടെ മോന് നോമ്പ് കാലത്ത് മുസ്ലിമീങ്ങളുടെ മുമ്പിൽ വെച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. നോമ്പ് കാലത്ത് മുസ്ലിമീങ്ങളുടെ മുമ്പിൽ ഭക്ഷണം കഴിച്ചു എന്നുള്ളതുകൊണ്ടോ, നോമ്പ് കാലത്ത് എത്രയും ഭക്ഷണം കഴിച്ചു എന്നുള്ളതുകൊണ്ടോ ഒരു തീനെ ആരാധിക്കുന്ന മജൂസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അയാളെ കുടുംബത്തിനെ സംബന്ധിച്ചോ ഒരു പ്രശ്നമില്ല. പക്ഷേ പിതാവ് മകനോട് പറഞ്ഞു, അവർക്ക് നോമ്പുള്ളതാണ്, നീ എന്ത് മോശം പരിപാടിയാണ് ചെയ്തത്, ആ നോമ്പുള്ള ആളുകളുടെ മുമ്പിൽ വെച്ച് നീ ഭക്ഷണം കഴിച്ചത് ശരിയായില്ല എന്ന്. റമളാനിന് ആദരവ് കൊടുത്തത് കൊണ്ടൊരു മജൂസിയായ മനുഷ്യൻ രക്ഷപ്പെട്ടു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ഖൽബ് കറകളഞ്ഞ് ഒഴുക്കി റബ്ബിൻ്റെ മുമ്പിൽ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ നമുക്കും രക്ഷയുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ റമളാൻ നമ്മുടെ അവസാന റമളാനാക്കാതിരിക്കട്ടെ. ഒരുപാട് റമളാനുകളെ സ്വീകരിക്കാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നോമ്പ് തുറയുടെ വിഷയം ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് ആളുകൾ തന്നു, പല വിഷമങ്ങളും പറഞ്ഞവരുണ്ട്, ജയിലിലകപ്പെട്ടവരുടെ മോചനത്തിന് വേണ്ടി വരെ നൽകിയവരുണ്ട്. ഒരാൾ അൽഹംദുലില്ലാഹ് കഴിഞ്ഞ ദിവസം ഞാനത് അവർ നമുക്ക് പ്രത്യേകം എഴുതി അറിയിക്കുകയൊക്കെ ചെയ്തു. അവരുടെ വേണ്ടപ്പെട്ട ഒരാൾ ജയിലിലായിരുന്നു. അവർ ഒരു 20 പേരുടെയാണെന്ന് എനിക്ക് തോന്നുന്നത് നോമ്പ് തുറക്കെ ഏറ്റെടുത്തു. അൽഹംദുലില്ലാഹ് ബി ഖുദ്റത്തില്ലാഹ്, അള്ളാഹിൻ്റെ ഖുദ്റത്ത് കൊണ്ട് അവർ മോചിതനായിട്ട് വന്നു എന്നൊക്കെ അറിയിച്ചു. അത് ഈ നോമ്പ് തുറയിലേക്ക് തന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ തുറന്നുകൊണ്ടാണെന്നൊന്നുമല്ല കേട്ടോ നമ്മൾ പറയുന്നത്. ഓരോന്നിനൊരു കാരണങ്ങളുണ്ടല്ലോ. അള്ളാഹു എല്ലാവരുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കി തരട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. നമ്മുടെ മജ്ലിസ് രാത്രി രാവിലേക്ക് ഉണ്ടാവും, നിങ്ങൾ പങ്കെടുക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.